നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 683 683. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 683. ഇപ്പോൾ 81 സർഗം ലീലാകാണ്ഡത്തിൽ ശിശുപാലൻ്റെ സായുജ്യം എന്നുള്ള സർഗം ഭാഗത്തിൽ 26 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അത് യാതൊന്നുമില്ലാത്തവരാം കൂട്ടിന് ആമട്ടിലുള്ളവൻ കൊള്ളായിലും സേവ കൂടുന്നവർക്ക് തുണ നിൽക്കുവോൻ. ഭഗവാനെ പറ്റി അധിക്ഷേപ വാക്കുകൾ ഉച്ചരിക്കുകയാണ് ശിശുപാലൻ. പാണ്ഡവരുടെ സദസ്സിൽ രാജസൂയ യജ്ഞത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അഗ്രപൂജ നടത്തിയതിലുള്ള നീരസം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം നെഗറ്റിവിറ്റിയാണ് ശിശുപാലൻ പറയുന്നത്, അത് ഭഗവാന്റെ പോസിറ്റിവിറ്റിയാണ്. ഭഗവാന് യാതൊന്നുമില്ലാത്തവരാം, പണക്കാരല്ല ഭഗവാന്റെ ഭക്തന്മാർ, നിർധനന്മാരാണ്, ധനമില്ലാത്തവരാണ്. അവർക്ക് സംശുദ്ധമായ ഭക്തി നിലനിൽക്കും. കൂട്ടിന് ആമട്ടിലുള്ളവൻ കൊള്ളായെങ്കിലും സേവ കൂടുന്നവർക്ക് തുണ നിൽക്കുവോൻ. അടുത്തത്, വസുദേവാത്മജൻ മാത്രമല്ല നന്ദനും ആത്മജൻ. വസുദേവനും ദേവിക്കും മാത്രമല്ല, അച്ഛനമ്മമാരുടെ സ്ഥാനം നന്ദഗോപുരക്കും യശോദയ്ക്കും ഉണ്ടെന്നാ. അതിന് ഇദ്ദേഹത്തിന് എന്താ വിരളി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വസുദേവ ആത്മജൻ മാത്രമല്ല നന്ദനും ആത്മജൻ. ഉദ്ധവർ ചൊൽവതീ വണ്ണം വേണ്ടോർക്കേയും ആത്മജൻ. വേണ്ടോർക്ക്, ഓർക്കുന്നവർക്കൊക്കെ ആത്മജനാണ്. എനിക്ക് പറയാം കൃഷ്ണൻ എൻ്റെ മകനാണ്. അപ്പം ഭഗവാൻ മകൻ്റെ രൂപത്തിലാവും എന്നെ ഇഷ്ടപ്പെടുക. ഞാൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാവും. കാരണം അദ്ദേഹത്തിന് നാമവുമില്ല രൂപവുമില്ല, വെള്ളത്തിനെ പോലെയാണ്. താണനിലത്തെ നീരോടു, താഴ്മയുള്ളവൻ്റെ കൂടെയാണ് ഈശ്വരൻ. ഇത് മനസ്സിലാക്കാത്ത ജനങ്ങൾക്ക് എന്നും വ്യാകുല ചിത്തന്മാരായി കഴിയാൻ, നരകവാസികളായിട്ട് കഴിയാനുള്ള യോഗമാണ് ഉണ്ടാവുക. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് പൂജിപ്പാൻ എത്രയും യോഗ്യനായവൻ. പാണ്ഡവന്മാരെ ഇവിടെ നിഷിദ്ധമായിട്ടാണ് പറഞ്ഞത്. അവർക്ക് പാണ്ഡവന്മാർക്ക് പൂജിപ്പാൻ എത്രയും യോഗ്യനായവൻ. ശരിയാണ്, പാണ്ഡവന്മാർ ധാർമ്മിക ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ചൈത്യൻ്റെ ജൽപ്പനം കേട്ടുകുലുങ്ങില മഹാപ്രഭു. കാരണം എന്താ? സമചിത്തതയുള്ള ആളാണ് ശ്രീകൃഷ്ണൻ. ചൈത്യഭൂപാലനായ ദുഷ്ടമനസ്കനായ അധാർമികത്തിൻ്റെ ചിഹ്നമായിരിക്കുന്ന ശിശുപാലൻ്റെ ജൽപ്പനം കേട്ട് കുലുങ്ങിയില്ല മഹാപ്രഭു. നമ്മൾക്കുള്ള ദോഷം എന്താ? നമ്മളെപ്പറ്റി ആരെങ്കിലും നീരസം പ്രകടിപ്പിച്ച ഉടൻ റിയാക്ട് ചെയ്യും. അതാണ് നമ്മുടെ പരാജയം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ആൾക്കാരാണോ? തീർച്ചയായിട്ടും നമുക്ക് നീരസങ്ങൾ സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവമതിക്കപ്പെട്ടാൽ ശൗര്യം പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അവമാനത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം ആരെന്ത് ആരോപിച്ചാലും അതെന്നെ ബാധിക്കില്ല. അതുകൊണ്ടാണ് കുറുക്കന്നൂരിയിട്ടിടിൽ കുസുമോ സിംഹമാവിധം
കുറുക്കൻ ഓരിയിട്ടീടിൽ കൂസുമോ, കുസുമോ അല്ല, കുസുമം എന്ന് പറഞ്ഞാൽ പുഷ്പമായി, കൂസുമോ കൂസാക്കില്ല എന്ന് ഒരു പ്രത്യേക പ്രയോഗമാണത്. കുറുക്കൻ ഓരിയിട്ടീടിൽ കൂസുമോ സിംഹം ആവിധം ഈ വണ്ണമോർക്കവയ്യാത്ത ഭഗവൻ നിന്ദ കേൾക്കവേ. ഈ വണ്ണം ഓർക്കവയ്യാത്ത ഭഗവൻ നിന്ദ കേൾക്കവേ ചേതീശനെ പഴിച്ചു കൊണ്ടെഴുന്നേറ്റു പലവരും. ആയുധധാരികളായിട്ട് ധർമ്മത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള ആൾക്കാരെ നീട്ടുനിന്നു, ഇവനെ ഇനി വെച്ചു വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിൽക്കോ, നിങ്ങളെന്നല്ലല്ലോ അധിക്ഷേപിച്ചത്, എന്നെയല്ല അധിക്ഷേപിച്ചത്, ഞാൻ വേണ്ടത് ചെയ്തോളാം. അദ്ദേഹം സുദർശനത്തിനെ വിചാരിച്ചു, സുദർശനം വന്നു, കഴിഞ്ഞു പരിപാടി. അപ്പോൾ ചേതീശനെ പഴിച്ചും കൊണ്ടെഴുന്നേറ്റു പലേവരും വാസ്തവാർത്ഥം ശരിക്കുള്ളിൽ ഓർക്കാഞ്ഞു വിഷമിച്ചുടൻ. ഭഗവൻ നിന്ദയോ ഭക്തനിന്ദയോ കേൾപ്പതാം ഇടം നിന്നു പോകില്ലതിൽ പാപമെമ്മട്ടും വന്നു ചേർന്നിടും. ശ്രദ്ധിക്കണം, വാസ്തവാർത്ഥം ശരിക്കുള്ളിലോർക്കാഞ്ഞു വിഷമിച്ചുടൻ ഭഗവൻ നിന്ദയോ ഭക്തനിന്ദയോ കേൾപ്പതാമിടം നിന്നു പോകിൽ അതിൻ പാപം എമ്മട്ടും വന്നു ചേർന്നിടും. സർവപ്രയത്നവും മണ്ണിൽ ഈശ്വര പ്രേമമാർന്നിടാൻ. ഞാനും നിങ്ങളും ഒരു സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ കണ്ട്, സ്ത്രീ പുരുഷനെ കാമിക്കരുത്, പുരുഷൻ സ്ത്രീനെ കാമിക്കരുത്, പുരുഷനും സ്ത്രീയും ഭഗവാനെ കാമിക്കണം. അയലോക്കത്തൊരു സുന്ദരിയുണ്ട് എന്ന് പുരുഷനും വിചാരിക്കരുത്, അയലോക്കത്ത് ഒരു സുമുഖനുണ്ട് എന്ന് സ്ത്രീയും പറയരുത്. പുരുഷനും സ്ത്രീയും എന്താവാം? സർവപ്രയത്നവും മണ്ണിൽ ഈശ്വര പ്രേമമാർന്നിടാൻ. കാരണം എന്താ? ഈശ്വരനാരാ? രൂപമില്ല, എന്നാലോ 1000 ചെവികളുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈശ്വരൻ നമ്മളെ കാലുവാരില്ല. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കാലുവാരി മലർത്തി തല്ലും. കാര്യം നടക്കോളം നാരായണ, കാര്യം കടന്നാൽ കോരായണ. അതാണ് ദുഷ്ട സ്ത്രീകളെ പറ്റി ഭാഗവതം ഉച്ചൈസ്തരം പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, രാമായണത്തിൽ കൈകേയി മാതാവ് എങ്ങനെ പെരുമാറി പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സർവപ്രയത്നവും മണ്ണിൽ ഈശ്വര പ്രേമമാർന്നിടാൻ അതിനു വിപരീതം കാൺമേടം നിൽക്കില്ല ബുദ്ധിമാൻ. ഈശ്വരനെ നിന്ദിക്കുന്ന സ്ഥലത്ത് ബുദ്ധിമാന്മാർ നിൽക്കില്ല. അപ്പോൾ പൂർണ്ണത്രയീശൻ്റെ വൃശ്ചികോത്സവം പോലെയുള്ള കേരളത്തിലെ ഏറ്റവും നല്ല നിലയ്ക്ക് ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ പണ്ട് ആൾക്കാർ മേളത്തിനനുസരിച്ച് തലയാട്ടുക എന്നല്ലാതെ കണ്ട് താളം പിടിക്കാം ഒരു പരിധി വരെ. നിന്ന് ചാടണത് ശരിയല്ല. എവിടെ നിന്നിട്ടാണ് നമ്മൾ ചാടുന്നത്? ഒരു പൂരപ്പറമ്പിലാവാം. വൃശ്ചികോത്സവം നടക്കുന്നത് എവിടെയാണ്? ഭഗവാന്റെ തിരുമുറ്റത്താണ്. അപ്പോൾ ഭഗവാന് കൊടുക്കേണ്ട ബഹുമാനം പൂർണ്ണമായി കൊടുത്ത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന മേളം നമ്മൾക്ക് ആസ്വദിക്കാം എന്നല്ലാണ്ട് ആ ആസ്വാദനത്തിൻ്റെ ശൈലി പ്രാകൃതമാവരുത്, കൃത്യമല്ലാത്തതാവരുത്. അത് തെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ അതിനു വിപരീതം മേടം നിൽക്കില്ല ബുദ്ധിമാൻ. ഭീമാർജുനന്മാർ തൊട്ടുള്ള വീര്യശാലികളെ വരും ദമഘോഷജനെ കൊല്ലുവാനൊരുങ്ങി എഴുന്നേൽക്കവേ. അർജുനൻ വെല്ലുകൊലയ്ക്കും ഗാന്ധീവൻ കുലയ്ക്കും. ഭീമൻ കഥ എടുത്തു. ധമഘോഷജനെ കൊൽവാനൊരുങ്ങി എഴുന്നേൽക്കവേ. തൃക്കൈ കൊണ്ടു തടഞ്ഞ് അമ്പാറിന് എത്രയും ശാന്തരാകുവാൻ. ഭഗവാൻ കൈയുയർത്തി പറഞ്ഞു, പ്ലീസ് സൈലൻസ് പ്ലീസ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളാരും ക്ഷോഭിക്കണ്ട. എന്നെയാണ് അപകീർത്തിപ്പെടുത്തുന്നത്. അതിന് ദണ്ഡനീതി നടത്താൻ എനിക്ക് നന്നായിട്ട് അറിയും. തൃക്കൈ കൊണ്ടു തടഞ്ഞമ്പാറിനെത്രയും ശാന്തനാകുവാൻ മന്ദസ്മിതം പൂണ്ടരുളി ചെയ്താൻ അംബുജലോചനൻ. താമരക്കണ്ണൻ ശാന്തരാകുവൻ എന്ന് സുസ്മേരവദനായിട്ട് ആൾക്കാരെ
സമാധാനിപ്പിച്ചു. ചൈദ്യൻ വാളും പരിചയും കൈകൊണ്ടേ വരിലും ഖലൻ. ഇനി ശിശുപാലൻ വാളും പരിചയമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നാലും ഭഗവാന് കുലുക്കില്ല എന്നാ. കാരണം എന്താ? ശകാരവർഷം ചെയ്തും കൊണ്ട് എതിർപ്പതിനടുക്കവേ അഗ്രാസനത്തിൽ നിന്നമ്പാർന്നെഴുന്നേറ്റു അഖിലേശ്വരൻ സുദർശനം കൊണ്ടു അവനിലെത്രയും. ശിശുപാലൻ്റെ തോളത്ത് അല്ലെങ്കിൽ സ്കന്ധത്തിൽ തലില്ലാണ്ടാക്കി എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കോട്, തല്ലിക്കോട്, തള്ളിക്കോട് അതിനുള്ള സമയമായി. ഭഗവാൻ അത് ചെയ്തു തന്നെ. ഭഗവാനെ വിരോധിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരും മുതിർന്നിട്ടില്ല, മുതിരൂല. മുതിർന്നവർക്കൊക്കെ മോക്ഷം കൊടുക്കും ഭഗവാൻ. ഗോ ടു ഹെൽ, അല്ല ഹെല്ലിലേക്ക് പോകണ്ട, സ്വർഗത്ത് പോയിക്കോ, അത്ര മാത്രമേ ഉള്ളൂ. അഗ്രാസനത്തിൽ നിന്നമ്പാർന്നെഴുന്നേറ്റ അഖിലേശ്വരൻ സുദർശനം കൊണ്ടു അവനിലെത്രയും കാരുണ്യമാർന്നാൻ. അതാണ് ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരുണ്യമാർന്നാൻ അവിടം കനക്കെ പെയ്തു പൂമഴ. ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു. ആവിധം ശിശുപാലൻ്റെ നില കണ്ട് അനുഗാമികൾ ജീവനിൽ കൊതി പൂണ്ടോടി ഒളിച്ചു പലതിക്കലും. അപ്പോൾ ഈ ശിശുപാലന് ജയ് വിളിക്കാൻ പറ്റിയ വേറെ ചില ആൾക്കാർ അവിടെ ക്ഷണിച്ച് വന്നിട്ടുണ്ട്. അവരൊക്കെ ഓടി ഒളിച്ചു, എലികൾ മാളത്തിൽ പോയി കയറണ മാതിരി. ജീവനിൽ കൊതി പൂണ്ടോടി ഒളിച്ചു പലതിക്കലും ചൈത്യങ്കൽ നിന്നു തേജസ്സൊന്നുടൻ കൃഷ്ണപദങ്ങളിൽ. ചൈത്യൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തേജോപുഞ്ചം ബാലാഗ്ര ശതവാകസ വിസ്തരസ ഏകോ ജീവ. പക്ഷെ കാണാൻ ഭയങ്കര പെരുപ്പാ. ശരീരത്തിൽ നിന്ന് നിർഗമിച്ച ആ ചൈതന്യം വളരെ ഗൗരവത്തോടുകൂടി ഭഗവാന്റെ പാതാരവിന്ദത്തിൽ പോയി ലയിച്ചു. ഇതിന് വേണ്ടിയിട്ടുള്ള കൊതിയായിരിക്കണം നമ്മൾക്ക് ഏവർക്കും, അല്ലാണ്ട് കാറ് വാങ്ങാനും വീട് വയ്ക്കാനല്ല. കാരണം എന്താ? അതൊക്കെ നശിക്കണതാ. നശിക്കാത്തത് ഭഗവാന്റെ തിരുവാത പത്മത്തിൽ അർപ്പിക്കാനുള്ള ത്വരിത. അവർക്കാണ് മോക്ഷം. ചെന്നു ചേരുന്നതായി കണ്ടു വിസ്മയപ്പെട്ടു സർവരും. ഈ പരസ്യമായിട്ട് കൃഷ്ണനെ നിഷേധിച്ച ആൾക്ക് എങ്ങനെ മോക്ഷം കിട്ടി? 3 ജന്മങ്ങളാൽ മുറ്റിത്തഴയ്ക്കും വൈരഭക്തിയാൽ. ഈ ജയവിജയന്മാർ സാക്ഷാൽ ഭഗവാന്റെ കാവൽക്കാരാണ് ഇവർ. അപ്പോൾ ഹിരണ്യകശിപുവായിട്ടും ഹിരണ്യാക്ഷനായിട്ടും രാവണനായിട്ടും കുംഭകർണനായിട്ടും ശിശുപാലനായിട്ടും ദന്തഭക്തനായിട്ടും ഉള്ളത് ഈ ജയവിജയന്മാരാ. വിഷ്ണുപാർഷദരൂപത്തിൽ മിന്നിനാനതിഭാഗ്യവാൻ ധ്യാനം നിമിത്തം ആധ്യേയരൂപം പ്രാപിപ്പദേവനും. സാധാരണക്കാരൻ സ്വാത്വിക ഗുണനിധികളായിട്ടുള്ള ഭക്താഗ്രഗണ്യന്മാർ ധ്യാനം നിമിത്തമാം ധ്യേയരൂപം പ്രാപിപ്പദേവനും. ഋത്വിക്കുകൾക്കും സഭ്യർക്കും ചെയ്തു വമ്പിച്ച ദക്ഷിണ. അപ്പോൾ രാജസൂയ യാഗം കഴിഞ്ഞു, പര്യവസാനിച്ചു. ഋത്വിക്കുകൾ ആരാണ് മന്ത്രങ്ങൾ ഉച്ചരിച്ചിരുന്നത്? ആരാണ് ഹോമാദികൾ ചെയ്തിരുന്നത്? ഋത്വിക്കുകൾക്കും സഭ്യർക്കും സഭാവാസികൾക്ക് ചെയ്തു വമ്പിച്ച ദക്ഷിണ ചെയ്താൻ അവഭൃത സ്നാനം കൃഷ്ണപാദാശ്രിതൻ നൃപൻ. അതായത് ധർമ്മപുത്രരുത് ഈ രാജസൂയ യാഗം സമാപിക്കുന്ന ചടങ്ങായ അവഭൃത സ്നാനം ചെയ്തു. എന്നിട്ടോ ചെയ്ത് അവഭൃത സ്നാനം കൃഷ്ണപാദാശ്രിതൻ നിപൻ. രാജസൂയം കഴിഞ്ഞിട്ടും പാണ്ഡവന്മാർ വിടായകയാൽ കുറേ മാസങ്ങൾ അവിടം കാണാൻ ആശ്രിതവത്സലൻ. ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് പാണ്ഡവന്മാർ. ഇപ്പം പോകുവാൻ പറ്റില്ല കൃഷ്ണ, കുറച്ച് കാലം കഴിഞ്ഞു. അങ്ങനെ കുറേ മാസങ്ങൾ അവിടെ താമസിച്ചു. കൃഷ്ണൻ പിന്നീടൊരു വിധം സമ്മതിപ്പിച്ചു ഭക്തനെ പുത്രപുത്രാദിസഹിതം ദ്വാരകയ്ക്കെഴുന്നള്ളിനാൻ. കുറേ കാലത്തിന് ശേഷം എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച തൻ്റെ 16,008 എന്താ പറയുക പട്ടമഹിഷിമാരോടും പുത്രപൗത്രാദിസഹിതം ദ്വാരകയ്ക്കെഴുന്നള്ളിനാൻ.
മഹത്താം യജ്ഞം ഈ വണ്ണം അനുഷ്ഠിച്ചു യുധിഷ്ഠിരൻ ഇന്ദ്രനെ പോലെ വാൺ ഇന്ദ്രപ്രസ്ഥത്തിങ്കൽ വിളങ്ങിനാൻ. ഇന്ദ്രപ്രസ്ഥം എന്നാണ് പാണ്ഡവരുടെ സഭയ്ക്ക് പേരിട്ടുള്ളത്. അപ്പോൾ അവിടെ വലിയൊരു പ്രാസം ഉപയോഗിക്കുന്നുണ്ടായി. മഹത്താം യജ്ഞം ഈ വണ്ണം അനുഷ്ഠിച്ച യുധിഷ്ഠിരൻ ഇന്ദ്രനെ പോലെ വാണ ഇന്ദ്രപ്രസ്ഥത്തിങ്കൽ വിളങ്ങിനാൻ. രാജസൂയ മഹായജ്ഞം വിസ്തരിച്ചൊരു മാതിരി ചൊല്ലിനേൻ അങ്ങയോട് ഈ ഞാൻ വിഷ്ണു പാർഷദ ജന്മവും. അതായത് പരീക്ഷിത് മഹാരാജാവിനോട് ശുകബ്രഹ്മ മഹർഷി പറയാണ്, രാജസൂയ മഹായജ്ഞം വിസ്തരിച്ചൊരു മാതിരി ചൊല്ലിനേൻ അങ്ങയോട് ഈ ഞാൻ വിഷ്ണു പാർഷദ ജന്മവും. വിഷ്ണു പാർഷദന്മാരുടെ ജന്മരഹസ്യം കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങയോട് പറഞ്ഞു. യഥേഷ്ടം പൂജിതന്മാരായണഞ്ഞു നിജമന്ദിരം യാഗത്തെയും കൃഷ്ണനെയും വാഴ്ത്തിയേ വാണു സർവരും. ധർമ്മപുത്ര ചെയ്ത രാജസൂയ മഹായാഗത്തെയും കൃഷ്ണനെയും വണങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഭക്തി പുരസ്സരം സ്മരിച്ചുകൊണ്ട് കൃഷ്ണനെയും വാഴ്ത്തിയേ വാണു സർവരും. പാർത്ഥന്മാർക്കെഴും ഐശ്വര്യം കണ്ടും കേട്ടും ജഗത്തിതിൽ ദുര്യോധനൻ ഒഴിച്ചെല്ലാവരും ആനന്ദമഗ്നരായി. അപ്പോൾ പാണ്ഡവന്മാരുടെ ഇന്ദ്രതുല്യമായ ഐശ്വര്യം കണ്ട ഇന്ദ്രപ്രസ്ഥത്തിലെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അനുമോദിച്ചു, എക്സെപ്റ്റ് ദുര്യോധനൻ. ദുര്യോധനന് അത് സാധിച്ചില്ല, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ വണ്ണം അമ്പാർ നുര ചെയ്തു വേദവ്യാസാത്മജൻ ധ്യാന നിമഗ്നനാകെ മുനീന്ദ്രരെല്ലാം തൊഴുകൈകൾ പൂണ്ട് മുകുന്ദനാമങ്ങൾ മുഴങ്ങി എങ്ങും. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകാശീത്യാധിക ശതതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 182 സർഗം വരികയാണ്. 182 സർഗം എന്താ? രാജസൂയ ഏർപ്പാടുകൾ. അപ്പോൾ രാജസൂയത്തിന് മഹത്തരമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷത്തിനോട് ശുകബ്രഹ്മ മഹർഷി പറയണു, സർവരും പരമാനന്ദമഗ്നരായി തന്നെ വാഴ്കവേ. സർവരും പരമാനന്ദമഗ്നരായി തന്നെ വാഴ്കവേ. ദുര്യോധന നൃപൻ മാത്രം ദുഃഖമേന്തിയതെങ്ങിനെ. എന്തിനാ എല്ലാവരും സന്തോഷിച്ചപ്പോൾ ദുര്യോധനൻ എന്തിനാ സന്താപിച്ചത്? അതിൻ്റെ കാരണം ഒന്ന് പറയുമോ എന്ന് പരീക്ഷിത് മഹാരാജാവ് വ്യാസപുത്രനായിരിക്കുന്ന ആലോചിക്കാം, കാരണം സമയം പോയല്ലേ ചെയ്യുന്നത്. ശുകബ്രഹ്മ മഹർഷിയോട് ചോദിച്ചു, ഈ വണ്ണം തൊഴുകൈ പൂണ്ട് മഹാഭാഗവതോത്തമൻ വിഷ്ണുരാധൻ അപേക്ഷിക്കേ യോദിനാൻ ബാധരായണി. ശുകബ്രഹ്മ മഹർഷി മറുപടി പറഞ്ഞു, അതു ഞാനുര ചെയ്തില്ല ചിന്തിച്ചിടുകിലായതും. ഞാൻ അത് പറഞ്ഞില്ല അല്ലേ, ഞാൻ പറയാം. ആലോചിച്ച് നോക്കിയാൽ വർണ്ണിക്കുവാനും കേൾപ്പാനും വകയുള്ളതു തന്നെയാം. അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. വർണ്ണിക്കുവാനും കേൾപ്പാനും വകയുള്ളതു തന്നെയാം, യാതൊരു സംശയമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങേ പിതാമഹൻ ചെയ്ത യജ്ഞത്തിൽ അഖിലേശ്വരൻ ചെയ്ത ഒരേർപ്പാടും ഒട്ടൊന്നു കേട്ടാലും ഗുരുനന്ദന. പരീക്ഷിത് മഹാരാജാവേ, അങ്ങയുടെ മുത്തശ്ശനാൽ ചെയ്യപ്പെട്ട ഈ രാജസൂയ യാഗത്തിന് ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് നായകത്വം വഹിച്ചത്? ചെയ്തത് ഏർപ്പാടും ഒട്ടൊന്നു കേട്ടാലും ഗുരുനന്ദന. അങ്ങേ പിതാമഹൻ ചെയ്ത യജ്ഞത്തിൽ അഖിലേശ്വരൻ ചെയ്തൊരേർപ്പാടുമൊട്ടൊന്നു കേട്ടാലും ഗുരുനന്ദന. ആവോളവും സഹായിക്കും അങ്ങോട്ടും, അത് കാരണം അജാതശത്രുവിനെന്തും പരിചര്യകൾ ചെയ്യുവാൻ. അങ്ങയുടെ മുത്തശ്ശനായിരുന്ന ധർമ്മപുത്രരെ ഏത് വിധത്തിലാണ് ജഗദീശ്വരനെ ശ്രീകൃഷ്ണ പെരുമാളെ
മനസ്സിൽ വെച്ച് ആരാധിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച രീതിയിൽ ഭഗവാൻ രാജസൂയയാഗത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി എല്ലാം ചെയ്തു. എല്ലാം A to Z. അജാതശത്രു എന്നുള്ളത് ഈ ധർമ്മപുത്രരുടെ ഒരു പര്യായമാണ്. അജാതശത്രു എല്ലാവരെയും അദ്ദേഹത്തിന് ആർക്കും ജയിക്കാൻ പറ്റില്ല. പറഞ്ഞു അല്ലെങ്കിൽ ശത്രുക്കളില്ലാത്തവൻ എന്നർത്ഥം. ശത്രുക്കളില്ലാണ്ട് ജീവിച്ചിട്ടുള്ളവൻ, ശത്രുക്കളില്ലാണ്ട് ജന്മമെടുത്തവൻ. പരിചര്യകൾ ചെയ്യുവാൻ, പരിചര്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? സേവ ചെയ്യാൻ. ഉത്സാഹമാർന്നു ബന്ധുക്കളേവരും കാത്തു നിൽക്കയാം. ഭഗവാനും കുടുംബവും ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ട് വന്ന രാജാക്കന്മാർ സകുടുംബം എല്ലാവരും ചതുരംഗപ്പടകളോടുകൂടിയിട്ടാണ് വന്നിരുന്നത്. അവർക്കൊക്കെ വേണ്ട ഔദാര്യങ്ങൾ ചെയ്യാൻ ഇദ്ദേഹം റെഡിയാണ്. അപ്പോൾ ഉത്സാഹമാർന്നു ബന്ധുക്കളേവരും കാത്തു നിൽക്കയാം. ഓരോരുത്തർക്കും നൈപുണ്യം ഉത്സാഹവും അറിഞ്ഞുടൻ. ഭഗവാനെ പോലെ എല്ലാവരുടെയും ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ എന്താണെന്നാ പറയുക, ബയോഡാറ്റ വേറെ ആർക്കും അറിയില്ല. ഓരോരുത്തരുടെ ബയോഡാറ്റയും ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും എന്ന് ആർക്കറിയുള്ളൂ? കൃഷ്ണനെ അറിയുള്ളൂ. അതാതിൽ അവരെ തന്നെ നിശ്ചയിച്ചു മഹാൻ പ്രഭു. ഭഗവാൻ മറ്റേ എന്താണ് പറയുക, ധർമ്മപുത്രർക്ക് വേണ്ടി ഓരോരുത്തരും വിളിച്ചു. ഈ യജ്ഞത്തിൻ്റെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക, ഡിമാർക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കാര്യങ്ങൾ ഇന്ന ആൾ ചെയ്യാം. അതാതിൽ അവരെ തന്നെ നിശ്ചയിച്ചാൻ മഹാപ്രഭു. ഊണിനു മുമ്പിലെത്തിയിടും ഭീമനെന്നുമാകയാൽ വെപ്പിൻ്റെ കാര്യം വേണ്ടും പോലെല്ലാം നോക്കി നടത്തുവാൻ. രാജസൂയയാഗത്തിൻ്റെ അടുക്കളയുടെ ഇൻചാർജ് ഭീമനായിരുന്നു. എങ്ങനെയാണ് ആഹാരം പാകം ചെയ്യേണ്ടത്, സ്വാദിഷ്ടമായ ആഹാരം എങ്ങനെ ചെയ്യണം, അതാർക്കറിയാം? ഭീമനറിയാം. വെപ്പിൻ്റെ കാര്യം വേണ്ടും പോലെല്ലാം നോക്കി നടത്തുവാൻ അദ്ദേഹത്തോടരുളിനാൻ അമ്പാർന്ന് അംബുജലോചനൻ. സ്വർണ്ണ നാണ്യങ്ങളൊട്ടേറെ വെച്ചമ്പിച്ചതാം മകം തുറന്നു താക്കോൽ ഏൽപ്പിച്ചാൻ ദുര്യോധനനു മാധവൻ. ദുര്യോധനന് മാധവൻ ശ്രീകൃഷ്ണൻ ഏർപ്പാടിതെന്താ? സ്വർണ്ണ നാണ്യങ്ങളൊട്ടേറെ വെച്ച് അമ്പിച്ചതാമകം. രാജഭണ്ഡാരം, ദാനധർമാദികൾ ചെയ്യാനുള്ള കാശ്, സ്വർണ്ണ നാണയമൊക്കെ സ്വീകരിച്ച് വെച്ചതിൻ്റെ താക്കോല് ദുര്യോധനന് കൊടുത്തു. നീ ഈ ലോകത്തിൽ ഇത്ര മുതൽ കാണില്ല കുട്ട. എൻ്റെ പേര് അങ്ങനെയാണ്, ദുര്യോധനൻ എന്നാണ്. ഇതങ്ങനെയല്ല, ഇത് നേരായ മാർഗത്തിൽ ദക്ഷിണകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നിൻ്റെ പേരിന് അനുയോജ്യമായിട്ട് കുറച്ച് കാലം നീ ഇതിൻ്റെ ഉടമസ്ഥനായിരുന്നു. ഇതിൻ്റെ അവസാനം നീ തന്നെ നിൻ്റെ കോളം തോണ്ടും. അതാണ് സത്യാവസ്ഥ. തൊട്ടാൽ വർദ്ധിക്കും അയാൾ തൻ കയ്യിൽ പങ്കജരേഖയാം. അസൂയ പെരുകിയിടണമെന്നതെല്ലോർത്തിരുന്നിടാം. തൊട്ടാൽ വർദ്ധിക്കും മായയാൽ തൻ കയ്യിൽ പങ്കജരേഖയും. പങ്കജരേഖ താമരരേഖ എന്നർത്ഥം. ലക്ഷ്മിയുടെ ഇരിപ്പിടാണ്. അതുണ്ട് ആർക്ക്? ദുര്യോധനന്. പക്ഷേ അസൂയ പെരുകിയിടണമെന്നും തല്ലോർത്തിരുന്നിടാം. അസൂയ അതയാളുടെ കൂടെ ഉള്ളതാ. പണ്ഡിതന്മാരെയും മറ്റും കണ്ടറിഞ്ഞ് അർഹമാം വിധം പൂജിപ്പതിന് നിയോഗിച്ചു വിദ്വാനാം സഹദേവന്. സഹദേവനാരാ? വിദ്വാനാണ്. പണ്ഡിതന്മാരെയും മറ്റും കണ്ടറിഞ്ഞ് അർഹമാം വിധം, അർഹിക്കുന്ന രീതിയിൽ പൂജിപ്പതിന് നിയോഗിച്ചു. വ്യാസര്, പരാശര മഹർഷി, നാരദര ഇത്യാദി മഹാജനങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരും. വ്യാസര്, സപ്തർഷികൾ ഒക്കെ വരും. അവരെ വേണ്ട പോലെ അവരർഹിക്കുന്ന രീതിയിലുള്ള പൂജാ സംവിധാനങ്ങളുടെ മേൽനോട്ടം ആർക്കാണ് കൊടുത്തത്? സഹദേവന്. സാധനങ്ങൾ ഗുണം നോക്കി വേണ്ടത്രയും ഒരുക്കുവാൻ നിശ്ചയിച്ചാൻ നകുലനെ തന്നെ നാളികലോചനൻ.
നകുലൻ്റെ എക്സ്പെർട്ടൈസ് എന്താ? ഏത് കാര്യം ഉത്തമമായത് വാങ്ങി സൂക്ഷിക്കാനും അത് ചെലവഴിക്കാനും അതിൻ്റെ ഗ്രേഡ് നിശ്ചയിച്ച് വാങ്ങാനും അല്ലേ, അതിന് നകുലൻ എക്സ്പെർട്ടാണ്. അതുകൊണ്ട് സ്റ്റോർ കീപ്പറാക്കി. രാജസൂയ മഹായാഗത്തിൻ്റെ സ്റ്റോർ കീപ്പർ, പർച്ചേസ് ഹെഡ് ആക്കി. സാധനങ്ങൾ ഗുണം നോക്കി വേണ്ടത്രയും ഒരുക്കുവാൻ നിശ്ചയിച്ചാൻ നകുലനെ തന്നെ നാളീകലോചനൻ. പാകം നോക്കി മഹാന്മാർത്തൻ പരിചര്യകൾ ചെയ്യുവാൻ ഓരോരുത്തരും അർഹിക്കുന്ന രീതിയിൽ പരിചര്യകൾ പാർത്ഥനോട് അരുളി ചെയ്താൻ. സാക്ഷാൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനെ പാകാരി പരിപൂജിതൻ. പാകാരി പരിപൂജിതൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമശിവനാൽ പൂജിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ എന്നർത്ഥം പറയണം. പാർത്ഥനോടരുളി ചെയ്താൻ പാകാരി പരിപൂജിതൻ. അമാനിയും മാനദനും മാന്യനും മറ്റുമായവൻ പാദപ്രക്ഷാളനം പുണ്യപ്രദം ഇങ്ങ് ഇഷ്ടമെത്രയും. അതായത് ശ്രീകൃഷ്ണൻ പറയണേ അപ്പം ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നു. ആദ്യം അമാനിയും മാനമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ദി സുപ്രീം ലോർഡ്. അമാനിയും മാനദനും മാനത്തെ ദാനം ചെയ്യുന്നവനും എന്നർത്ഥമായി. പാദപ്രക്ഷാളനം പുണ്യം, ബ്രാഹ്മണരുടെ കാല് കഴുകിക്കൽ പുണ്യപ്രദം ഇങ്ങിഷ്ടം അത്രയും. ഭഗവാൻ അതിനേക്കാൾ വലിയ ഇഷ്ടമൊന്നുമില്ല. ബ്രാഹ്മണ വരും കാല് കഴുകി പൂജിക്കും ഭഗവാൻ. എനിക്കെന്നരുളിക്കൊണ്ട് ആ കർമ്മം ഞാൻ ചെയ്തോളാം. ആലോചിച്ച് നോക്കണം. ഈ രാജസൂയ മഹായാഗത്തിന് വരുന്ന മഹാബ്രാഹ്മണരുടെ പാദപ്രക്ഷാളനം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. തന്നെ താനേറ്റുവാങ്ങിനാൻ പാഞ്ചാലിയാം പദാർത്ഥങ്ങൾ പകർന്നെങ്ങുമേകുവാൻ. അതിനു വേണ്ടുന്ന പദാർത്ഥങ്ങൾ ഓരോരുത്തരുടെ ലെവലനുസരിച്ചിട്ട് എത്ര വലിയ താമ്പാളം വേണം, അത് ഏത് പട്ടുകൊണ്ട് വേണം തുടയ്ക്കാൻ, അവർക്ക് എന്തൊക്കെ കൊടുക്കണം, അത് പാഞ്ചാലി ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഭഗവാൻ തനിക്ക് അസിസ്റ്റൻ്റായിട്ട് പാഞ്ചാലിയെ നിർത്തി. ചൊല്ലിനാൻ ദേവദേവേശൻ അവൾ പീയൂഷഹസ്തയാം. എന്താ അതിന് കാരണം? പാഞ്ചാലിയുടെ കയ്യിൽ പീയൂഷം, അമൃത. വെറുതെ അല്ല പാണ്ഡവന്മാരുടെ ഭാര്യയായത്. അവരുടെ കൈ കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ പീയൂഷ സദൃശം, പീയൂഷം തന്നെ. ചൊല്ലിനാൻ ദേവദേവേശൻ അവൾ പീയൂഷഹസ്തയാം ദാനസംഖ്യ വിധിച്ചോതാൻ കർണനാം കഴിവുള്ളവൻ. ഓരോ ബ്രാഹ്മണർക്കും എത്ര ദാനം ചെയ്യണം അത് കൽപ്പിച്ച് പറഞ്ഞ് ദുര്യോധനൻ്റെ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങി കൊടുക്കാൻ ദാനസംഖ്യ വിധിച്ചോതാൻ കർണനാം കഴിവുള്ളവൻ. കർണനാണ്. ആലോചിച്ച് നോക്കണം ഭഗവാന്റെ മാസ്മരികത. എന്നാൽ ചുരുങ്ങുകില്ലാർക്കും അവൻ അത്രയ്ക്ക് ഉദാരനാം. എത്ര എടുത്താലും അവിടെ അത്രയ്ക്ക് ഉണ്ടാവും. കാരണം ഉദാര മനസ്ഥിതിയാണ്. ആര്? കർണന്. ഭക്തിജ്ഞാനൈക ഭണ്ഡാരം എന്തിനും മതിയായവൻ. കർണൻ ആരുടെ മകനാണ്? സൂര്യപുത്രനാണ്. അപ്പോൾ ഭക്തിജ്ഞാനിക ഭണ്ഡാരമെന്തിനും മതിയായവൻ. അറ്റകുറ്റങ്ങൾ നോക്കേണം എങ്ങും ഭീഷ്മ പിതാമഹൻ. ഭീഷ്മര് മുത്തശ്ശൻ. അതേ, അങ്ങയുടെ അനിയൻ്റെ മകൻ ഗംഭീരമായിട്ട് ഒരു രാജസൂയം ചെയ്യുന്നുണ്ട്. അതിന് ഇന്നന്ന കാര്യങ്ങൾ ഇന്നവരെ ഇൻചാർജ് എന്ന് പറഞ്ഞ് ഞാനൊരു ഇൻറ്റേർണൽ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതിൽ വല്ല കുറവുണ്ടോ ഇല്ലയോ എന്ന് അങ്ങ് നോക്കി നടത്തി തരണം മഹാപ്രഭു. ഒരു മഹാപ്രഭു വേറൊരു മഹാപ്രഭുവിനോട് പറയാണ്, ആ ഭീഷ്മ പിതാമകന് എത്ര ഡിഗ്നിറ്റി കൊടുത്താലും മതിയാവില്ല. പറഞ്ഞു ശൈലേ. അറ്റകുറ്റങ്ങൾ നോക്കേണം എങ്ങും ഭീഷ്മ പിതാമകൻ സർവധർമ്മങ്ങളും നന്നായി അറിവുള്ളവനാകയാൽ. അതങ്ങനെ ആരൊക്കെ പറ്റൂ? സർവധർമ്മങ്ങളും നന്നായി അറിവുള്ളവനാകയാൽ
വിതുരൻ തന്നെ ചെയ്യണം വേണ്ടുന്ന ചിലവൊക്കെയും. വിതുരര് ചിലവ് എന്തൊക്കെയുണ്ട് അതൊക്കെ വിതുരർ വേണം ചെയ്യാൻ. കാരണം എന്താ, അച്ഛൻ പെങ്ങളോടമ്പാർന്ന് ചൊല്ലിനാൻ അംബുജേക്ഷണൻ കുന്തി ദേവിയോട്. അപ്പോൾ വിതുരർ തന്നെ ചെയ്യണം വേണ്ടുന്ന ചിലവൊക്കെയും അച്ഛൻ പെങ്ങളോടമ്പാർന്ന് ചൊല്ലിനാൻ അംബുജാക്ഷണൻ. എന്താ പറഞ്ഞത്, പാഞ്ചാലിക്കും സുഭദ്രയ്ക്കും വേണ്ടതോതി കൊടുക്കുവാൻ. ഐ ആം സോ ഇംപ്രസ്ഡ്, ഐ ആം ബ്ലെസ്ഡ്. അത് വേറെ കാര്യം. ഇംപ്രസ്ഡ് എന്ന് പറയാൻ കാരണം എന്താ, ഭഗവാന്റെ ചാരിതാർത്ഥ്യം. ഭഗവാൻ പറയണു, അച്ഛൻ പെങ്ങളൊരു കാര്യം ചെയ്യൂ, സുഭദ്ര എൻ്റെ പെങ്ങളാണ്, അങ്ങയുടെ അർജുനൻ്റെ ഭാര്യയാണ്. പാഞ്ചാലി ഈ പാണ്ഡവന്മാർക്കൊക്കെ ഭാര്യയാണ്. അവരുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഞാനും നിങ്ങളും 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അമ്മായിമ്മ പോരുണ്ടാവുമോ? ഗൃഹനാഥനായിട്ട് കൊമ്പ് കോർക്കുമോ? ഇല്ല. വേണ്ടുന്ന വിദ്യകൾ നമ്മൾ ശരിയായ സമയത്ത് പഠിച്ചിരിക്കണം. പാഞ്ചാലിക്കും സുഭദ്രയ്ക്കും വേണ്ടതോതി കൊടുക്കുവാൻ അന്തഃപുരത്തിൽ നോക്കേണം രുക്മിണ്യാദികളെ വരും. തൻ്റെ പട്ടമഹിഷികൾക്ക് ജോലി കൊടുത്തു ഭഗവാൻ. രുക്മിണ്യാദി പട്ടമഹിഷിമാർക്ക് അന്തഃപുരത്തിൽ നോക്കേണം രുക്മിണ്യാദികളെ വരും. അന്തഃപുരത്തിൽ ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് രാജപത്നിമാർ വന്നിട്ടുണ്ട്. എൻ്റെ പത്നിമാരെന്നെ ഇല്ലേ ഉണ്ട് 16,000 വേറെ. അവരേനൊക്കെ ശ്രദ്ധിക്കണം, മേൽനോട്ടം വേണം. അന്തഃപുരത്തിൽ നോക്കേണം രുക്മിണ്യാദികളെ വരും. അമ്മാത്തു നിന്നണഞ്ഞുള്ള കിടാങ്ങൾക്കൊക്കെ വേണ്ടവ. അമ്മാത്ത് അമ്മയുടെ ഗൃഹത്തിൽ നിന്ന് വന്നിട്ടുള്ളവരെന്നർത്ഥം. എന്തൊരു വൈദഗ്ധ്യം ആലോചിച്ച് നോക്കൂ. അമ്മാത്തു നിന്നണഞ്ഞുള്ള കിടാങ്ങൾക്കൊക്കെ വേണ്ടവ അന്വേഷിക്കണം ഉത്സാഹം അഭിമന്യുവിനാണതിൽ. അഭിമന്യു ഏറ്റവും ചെറുപ്പമുള്ള ആളാണ്, 18 വയസ്സായിട്ടില്ല. പ്രശ്നമുണ്ടോ? അപ്പോൾ കുട്ടികളുടെ മേൽനോട്ടം ഒക്കെ അഭിമന്യു രാജകുമാരനാണ്. ചെമ്പുച്ചരക്കുമൊട്ടാകെ മോറിവെക്കേണ്ട ഭാരമാം കെഞ്ചി വാങ്ങിയതാ ധന്യൻ മഹാബാഹു ഗഡോൽഖജൻ. ഭീമന്, അതായത് ഇവർ വാനപ്രസ്ഥം ചെയ്യണ്ടായില്ലോ പാണ്ഡവാദികൾ. അപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ആള് ഘടോൽഖജൻ. പല തരത്തിലുള്ള ശാരീരിക വല്ലായ്മകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഘടോൽഖജൻ്റെ അമ്മയായിട്ട് എന്താണെന്ന് പറയുക, ഭീമന് സംഘം നേരിട്ടത്. അപ്പോൾ ചെമ്പ് ചെറുക്കുമൊട്ടാകെ മോറി വയ്ക്കേണ്ട ഭാരമാം കെഞ്ചി വാങ്ങിയതാ അതെ ഇക്കാര്യമൊക്കെ ഞാൻ ഏറ്റു. എത്ര വലിയ ചെമ്പും ചെറുക്കാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് മോറി ഞാൻ കമത്തി തരും. ഇപ്പം പക്ഷേലേ കെഞ്ചി വാങ്ങിയതാ അതിന് മഹാഭാഗുകടോൽഖജൻ പെട്ടെന്ന് എച്ചിലിടുപ്പിപ്പാൻ വേണം ദുസ്സാസനൻ മഹാൻ. അത് ഭഗവാൻ ഒരു കാച്ചിതാ. ഈ ഇത്രയും വലിയ ഒരു അഗ്രശാലയിൽ ഊണിന് ഇല വയ്ക്കുക, എച്ചിൽ ഇല എടുക്കുക, തളിക്കുക, മാറ്റുക, അതിന് ദുസ്സാസനനെ ഏൽപ്പിച്ചു എന്നാണ്. പെട്ടെന്ന് എച്ചിലെടുപ്പിപ്പാൻ വേണം ദുസ്സാസനൻ മഹാൻ. വല്ലോർക്കും വല്ലതും പെട്ടെന്ന് ആവശ്യം നിറവേറ്റുവാൻ ദൃഷ്ടദ്യുമ്നനെ ഏൽപ്പിച്ചാൻ അഖിലാണ്ടകനായകൻ അഖിലാണ്ട ഏകനായകൻ. ഈ ഒരു സബ്ജക്റ്റ് എന്തുമാത്രം കുളിർമ തിരിച്ചുണ്ടോ. ഭഗവാന്റെ അലോക്കേഷൻ എക്സ്പെർട്ടാണ് ഭഗവാൻ. അവിടെ നിർത്താം നമുക്ക്. ദൃഷ്ടദ്യുപ്നനെ ഏൽപ്പിച്ചാൻ അഖിലാണ്ടേകനാഥനൻ വല്ലോർക്കും വല്ലതും പെട്ടെന്ന് ആവശ്യം നിറവേറ്റുവാൻ
ദൃഷ്ടദ്യുമ്നനെ ഏൽപ്പിച്ചാൻ അഖിലാണ്ടൈക നായകൻ. അവിടെ നിർത്താം. 24-ാമത്തെ ശ്ലോകത്തിൽ 2 വരിയെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നല്ലൊരു ഭാഗമാണ് അല്ലേ. ബാക്കിയുള്ളത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് താണുകേണ് പ്രാർത്ഥിച്ച് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മളെ പ്രാർത്ഥന.